ഹലോ ഗൈസ്, അപ്പോൾ ഇതെന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇത് വൈറ്റിലെ ബസ് സ്റ്റാൻഡിൻ്റെ അതിലേക്കൂടെ മെട്രോയിലേക്ക് കയറാൻ പോകുന്നതിന് അപ്പോഴത്തേക്കാണ് ഇത് ഈ ഒരു സംഭവം കണ്ടത്. ഞാനത് ആദ്യം കണ്ടേ ഗൈസ്. ഒരു കുഞ്ഞു കുരുവി അടന്നിട്ട് കരയുന്നുണ്ടായി. അപ്പോൾ അതിനെടുക്കാൻ പോകുമ്പോഴത്തേക്കന്നെ അത് പറന്നുപോയി. എന്നിട്ട് അത് അങ്ങടെ ഇതിനെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കൂല. എന്നിട്ട് ഞാൻ അതിൻ്റെ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞത് ആരെങ്കിലും ചവിട്ടൂലെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മൾ മൂന്നാളുണ്ടായിരുന്നു. നമ്മൾ മൂന്നാളും കൂടിയിട്ട് എൻ്റെ അതിനെ എടുത്തിട്ട് സൈഡിലേക്ക് ആക്കാനും കുറച്ച് വീഡിയോ എല്ലാം എടുക്കാനുള്ള കളിയാണ് ഈ കാണുന്നത്. അപ്പോഴത്തേക്ക് അത് പേടിച്ച് ഭയങ്കരമായി പേടിച്ച് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അമ്മക്കിളി ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ആയാലും അതും ഒച്ചപ്പാടാക്കി ഇങ്ങനെ കരയുന്നെല്ലാം ഉണ്ട്. എന്ത് ചെറുതാ അറിയാം. അതിന് പാവം അത് കൂട്ടുന്ന താഴേക്ക് വീണതാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ മൂന്നാളും എൻ്റെ അതിനെ മാറി മാറി എടുത്ത് വീഡിയോയിൽ എടുത്ത്. ഇതാണ് വിറ്റ്. ഇതാണ് ഞങ്ങളുടെ കഥാനായകൻ ശാലു. ബാക്കി നിങ്ങൾ പറയുന്നത് കേട്ടോ. ശാലു ക്യാമറയിൽ നോക്ക്. ഹായ് പറ. പിടിക്കില്ല. പാവ അതിനൊന്നും തിരിയുന്നില്ല. അത് ചപ്പെടുത്ത് തുടച്ചിട്ടതിന് ശേഷമാണ് അതിന് വെള്ളത്തിൻ്റെ ഓർമ്മ വന്നതെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് ആ പയ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട് വെള്ളം കൊണ്ടാ. ഞാൻ കിളിയാണെങ്കിൽ എൻ്റെ ടൈമിലാന്ന് ഇല്ലത്. എനിക്ക് അതിനെ ആടെ ആക്കാനും തോന്നില്ല. ആടെ ആക്കും വേണം. നമുക്കാണെങ്കിൽ ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന് പോകും വേണം. അങ്ങനെ 2-3 വീഡിയോ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കാന്ന് പറഞ്ഞു വെള്ളം കൊണ്ടാ. ഞാൻ അടുക്ക് 1 മിനിറ്റ് തരാം. നമ്മൾ ആ സൈഡിൽ ഇങ്ങനെ ആരും ചവിട്ടാത്തടത്തേക്കാന്ന് ആക്കാൻ പോയിട്ടുണ്ടായത്. ആ ഒരു മരത്തിൻ്റെ ആടെ. എന്നിട്ട് ഞാൻ ആടെ ആക്കാൻ പോകുമ്പോഴത്തേക്ക് അതാണെങ്കിൽ പോന്നുമില്ല. കൈമെന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കും. സംഭവം നല്ലോണം പേടിച്ച് എനിക്ക് എൻ്റെ അവിടെ നിന്ന് ആക്കായിട്ട് ഞാൻ പിന്നെ അവിടെ ആക്കാണ്ട് എണീക്കും. എന്നിട്ട് ആ ക്യാമറമാൻ്റെ അടുക്ക് നല്ല കിട്ടുന്നുണ്ട്. അതിന് നമുക്ക് പോകണം, ആ ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ആടെ ആക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ കളിക്കുമെന്ന്. അതിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അതിനെനിക്ക് വയ്യ. ഞാൻ കൈമലെടുത്തിട്ട് ആ ചപ്പിൻ്റെ അവിടെ ഞാൻ ആക്കി. അതിൻ്റെ അമ്മക്കിളി ഇങ്ങനെ നമ്മളെ ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ലാസ്റ്റ് ആടെ ആക്കി പോയി ഗൈസ്. ടാറ്റാ.